ഇപ്പോൾ മോർച്ചറിയിൽ അവരുടെ ഒപ്പമുള്ള ആളുകളൊക്കെ വന്ന് കണ്ടുപോയിരുന്നു. അപ്പോൾ ആ സ്ഥലത്തുണ്ടായിരുന്നു. എന്താണ് അവർ പറയുന്നത്? അപ്പോൾ അദ്ദേഹത്തിന് കരാർ ജോലിക്ക് ചുമതലപ്പെടുത്തിയ കോൺട്രാക്ടർ, അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സ്ഥലത്തെ പഞ്ചായത്ത് മെമ്പർ, അദ്ദേഹത്തിൻ്റെ കൂടെ ജോലി ചെയ്ത ഒരാൾ, ഈ 3 പേരും വന്ന് ബോഡി ഇപ്പോൾ അവർ കണ്ടിട്ടുണ്ട്. നമുക്ക് ജോയിയാണെന്ന് ഉറപ്പിക്കാവുന്ന നിലയിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ കൂടി വരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അവരും കൂടി വന്ന് ഐഡൻറ്റിഫിക്കേഷൻ ഉറപ്പാക്കിയതിന് ശേഷം തുടർ നടപടികളിലേക്ക് പോകും. അപ്പോൾ ഏറെക്കുറെ ജോയിയാണെന്ന് തന്നെ നമുക്ക് ഉറപ്പിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എന്നിട്ട് അവിടുന്ന് ഒഴുകി ഇത്രയും ദൂരം പോരാൻ, ഈ അപകടം നടന്ന സ്ഥലത്ത് നിന്നും ഒഴുകി ഇവിടേക്ക് പോകുന്നതായിരിക്കാനാണ് സാധ്യത. ഇപ്പോൾ ഇന്നലത്തെ മഴയത്ത് പോകുന്നതാണോ അതോ? അല്ല, അത് 2-3 സാധ്യതകളുണ്ട്. ഇവിടെ ഒരു നെറ്റുണ്ട്. ചിലപ്പോൾ അപകട സമയത്ത് തന്നെ മൃതദേഹം മാറിപ്പോയിരിക്കാം, ഒന്നാമത്തെ സാധ്യത. 2, ഇന്നലെ നമ്മൾ വാട്ടർ അതോറിറ്റിയുടെ 5 ലക്ഷം ലിറ്റർ വെള്ളം തുറന്ന് വിട്ട് കുറച്ചുകൂടി ഫ്ലോ ഔട്ടാക്കിയിരുന്നു. അതിൻ്റെ ഭാഗമായി പോയിരുന്നു. പക്ഷേ അവിടെ നെറ്റുണ്ട്. അപ്പോൾ ആ ഒഴുക്കിലാണ് വന്നിരുന്നെങ്കിൽ ആ നെറ്റിൽ തടഞ്ഞ് നിൽക്കുമായിരുന്നു. അപ്പോൾ നേരത്തെ പോയിരിക്കാനുള്ളൊരു സാധ്യത കൂടിയുണ്ട്. അപ്പോൾ പല ആളുകളും അത് നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ്. പക്ഷേ ഇതിനകത്ത് പരിശോധിച്ച ആൾക്കാർ പറഞ്ഞത് മുഴുവനായി ബ്ലോക്കായി നിൽക്കുകയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാത്ത ബ്ലോക്കാണ് എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് എനിക്ക് തോന്നുന്നു കളക്ടറും മറ്റുമൊക്കെ തന്നെ മറ്റു ഭാഗങ്ങളിലേക്ക് കൂടുതൽ കോൺസെൻട്രേഷൻ വേണ്ടെന്ന് തീരുമാനിച്ചതെന്ന് തോന്നുന്നു. പക്ഷേ നഗരസഭയുടെ ശുചീകരണ തൊഴിലാളികളും മറ്റുള്ള ആൾക്കാരും ഒക്കെ തന്നെ നേരത്തെ തന്നെ തോടിൻ്റെയും മറ്റു ഭാഗങ്ങളിലൊക്കെ നിരീക്ഷണം നടത്തിയിരുന്നു. അവരാണത് കണ്ടതും. അപ്പോൾ ആ നിലയിൽ ഒരു ക്രമീകരണമാണ് അവിടെ ഒരുക്കിയിരുന്നത്. നമ്മുടെ എല്ലാവരുടെയും പ്രതീക്ഷ ഈ പോയി നോക്കിയവരുടെ അഭിപ്രായം ഇതാണ്. നേരത്തെ ചവറും മറ്റു കാര്യങ്ങളും അടഞ്ഞ് ഇരിക്കുകയാണ്, ഒരു കാരണവശാലും ഒഴുകി പോകാൻ സാധ്യതയില്ല. അതുകൊണ്ടാണ് ഭൂരിഭാഗം സമയവും അവിടെ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത്. ഇന്നലെ വരെയുള്ള മുഴുവൻ പരിശോധനയും ഈ ടണലിനുള്ളിൽ ആ 140 മീറ്റർ മാത്രം കേന്ദ്രീകരിച്ചായിരുന്നല്ലോ. അതെ. അപ്പോൾ അത് ആ ഒരു നിരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെ ഒഴുകി പോകാൻ സാധ്യതയില്ല. ഏതെങ്കിലും ഭാഗത്ത് തടഞ്ഞ് മൃതദേഹം കുടുങ്ങിയിരിക്കാനാണ് സാധ്യത എന്നുള്ളതിൻ്റെ ഒരു നിരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ കോൺസെൻട്രേറ്റ് ചെയ്തത്. എന്തായാലും 3-ാം ദിവസത്തോടു കൂടി ബോഡി വരുമെന്നുള്ള കാര്യം ഉറപ്പായിരുന്നു. കാരണം പിന്നീട് അതിൻ്റെ ഒഴുകി പോകാനുള്ള ഒരു സാധ്യത കൂടും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു നെറ്റ് മറികടന്ന് പോയിട്ടുണ്ട്. അതൊരു സംശയം ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. നേരത്തെ തന്നെ പോയിരുന്നതാണോ അതോ നെറ്റും മറികടന്ന് പോകാനുള്ള സാഹചര്യം എന്താണെന്നുള്ള കാര്യം കുറച്ചുകൂടി കഴിയുമ്പം കൃത്യമായിട്ട് ബോധ്യമാവും. നെറ്റ് മറികടന്ന് പോകാമെന്ന് പറയുമ്പോൾ അത് വ്യക്തമായില്ല. അല്ല, നെറ്റ് നമ്മൾ പവർ ഹൗസ് റോഡിൻ്റെ ഭാഗത്തൊരു നെറ്റ് സ്ഥാപിച്ചിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ നടത്തുന്ന പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഇപ്പം വെള്ളം തുറന്നു വിട്ടു. ഇന്നിപ്പോൾ നേവിയുടെ പരിശോധന കഴിഞ്ഞ് ഫ്ലഷിംഗ് മെത്തേഡിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ നടക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അതിലൂടെ ബോഡി തള്ളിവിടുമ്പോൾ അത് ഈ നെറ്റിൽ വന്ന് തടസ്സപ്പെട്ട് നിൽക്കണം, ഒഴുകി ദൂരേക്ക് പോകരുത്. അപ്പോൾ അങ്ങനെ ഒരു ക്രമീകരണം അവിടെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, നേരത്തെ തന്നെ ഒഴുകി പോകാനുള്ള ഒരു സാധ്യത കൂടി അതിനകത്തുണ്ട്. അപകടം നടന്ന സമയത്ത് തന്നെയല്ലേ? അപ്പോൾ ശക്തമായ മഴയുണ്ടായിരുന്നു, ഒരു പക്ഷേ അപ്പോൾ പോകാനുള്ള ഒരു സാധ്യത തള്ളിക്കളയുന്നില്ല. സാധാരണഗതിയിൽ നമ്മുടെ ശുചീകരണ തൊഴിലാളികൾ ഈ മാലിന്യത്തിൻ്റെ പുറത്ത് കയറി നിന്നിട്ടാണ് നഗരസഭയുടെ തൊഴിലാളികൾ ഇത് മാറ്റുന്നത്. അപ്പോൾ അപ്പോഴാണ് അപ്രതീക്ഷിതമായിട്ട് മഴ വരുന്നതും ഇദ്ദേഹം അതിനകത്ത് പെട്ടുപോകുന്നതും. അപ്പോൾ നല്ലൊരു ഒഴുക്ക് വന്നു എന്നതിൻ്റെ ഭാഗമായിട്ടാണ് അത് അങ്ങോട്ടേക്ക് പോയത്. അപ്പോൾ ആ സമയത്ത് തന്നെ പോയിരിക്കാനാണ് സാധ്യത കൂടുതലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുതന്നെയാണ് ഈ മൃതദേഹം അതിനുള്ളിൽ കുടുങ്ങിക്കിടന്നു എന്നൊരു സാധ്യത വി കെ പ്രശാന്ത് MLA തള്ളുകയാണ്.